നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തൃശൂർ മുണ്ടത്തിക്കോട് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടുപുരയിൽ സ്ഫോടനം, 8 പേർക്ക് ദാരുണാന്ത്യം. ആവേശപ്പൊലിമയിൽ തട്ടകങ്ങൾ, തൃശൂർ ഇനി പൂരലഹരിയിൽ. തൃശൂർ പൂരം 2026 സുരക്ഷാ സംവിധാനങ്ങളുടെ പരിശോധന നടത്തി. പുതുക്കാട് വൻ രാസലഹരി വേട്ട, പാലിയേക്കരയിൽ 90 ഗ്രാം MDMA-യുമായി 2 പ്രതികൾ പിടിയിൽ, പ്രതികൾ റിമാൻഡിൽ. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ മുണ്ടത്തിക്കോട് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടുപുരയിൽ സ്ഫോടനം, 8 പേർക്ക് ദാരുണാന്ത്യം. പലരെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ പരിക്കേറ്റു. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഉച്ചതിരിഞ്ഞ് ഏകദേശം 3 മണിയോടെയാണ് ആദ്യ സ്ഫോടന ശബ്ദം കേട്ടത്. തുടർന്ന് തുടർച്ചയായി സ്ഫോടനമുണ്ടാവുകയായിരുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകളിലെ ജലൻചില്ലുകൾ തകർന്നു. തീ ഇതുവരെ നിയന്ത്രണ വിധേയമായിട്ടില്ല. സാമ്പിൾ വെടിക്കെട്ടിനും പ്രധാന വെടിക്കെട്ടിനും വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്ന തിരുവമ്പാടിയുടെ വെടിക്കെട്ടുപുരയിലാണ് സ്ഫോടനം. 2 വെടിക്കെട്ടിനും വേണ്ടി കരുതി വച്ചിരുന്ന കരിമരുന്ന് വെടിക്കെട്ടുപുരയിലുണ്ടായിരുന്നു. പരിക്കേറ്റവരിൽ ലൈസൻസിയായ മുണ്ടത്തിക്കോട് സതീഷ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടെന്നാണ് വിവരം. 40ഓളം പേർക്ക് പരിക്കേറ്റതായും 8 പേരുടെ നില ഗുരുതരമാണെന്നും വിവരമുണ്ട്. സ്ഫോടനത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശവും നൽകി. കനിവ് 108 ആംബുലൻസുകൾ ഉൾപ്പെടെ മതിയായ ആംബുലൻസുകൾ സ്ഥലത്തെത്തിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. സ്ഥിതിഗതികൾ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ വിലയിരുത്തി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി DGP ആശയവിനിമയം നടത്തി. സംഭവസ്ഥലത്തേക്ക് ഉടൻ എത്തിച്ചേരാൻ DIGക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ആവേശപ്പൊലിമയിലായിരുന്നു തട്ടകങ്ങൾ. തൃശൂർ ഇനി പൂരലഹരിയിൽ. ലോകമെങ്ങുമുള്ള പൂരപ്രേമികൾ കാത്തിരിക്കുന്ന തൃശൂർ പൂരത്തിന് കൊടിയേറി. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലും ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ പൂരക്കൊടികൾ ഉയർന്നു. നഗരം പൂരലഹരിയുടെ ദിനങ്ങളിലേക്ക് കടക്കുകയാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിലെ കൊടിയേറ്റം ക്ഷേത്രം മേൽശാന്തി പ്രദീപൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ കൊടിമരത്തറയിലെത്തി വിളക്ക് തെളിയിച്ച് തുടക്കമായി. പാരമ്പര്യാവകാശികളായ താഴത്തുപുരയ്ക്കൽ സുന്ദരനും മകൻ സുക്ഷിത്തും ചേർന്ന് ഭൂമിപൂജ നിർവഹിച്ചു. കൊടിമര ഉയർത്താനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. കവുങ്ങിൻ തടയിൽ ആലിലയും മാവിലയും ദർഭപ്പുല്ലും അണിയിച്ചൊരുക്കി പൂരപതാക ഭക്തജനങ്ങളുടെ ആർപ്പുവിളികൾക്കിടയിൽ മാനം തൊട്ടു. ആകാശത്ത് കതിനാവെടികൾ മുഴങ്ങി. തട്ടകത്തിൽ ആവേശമായി. തിരുവമ്പാടിക്ക് പിന്നാലെ പാറമേക്കാവ് ക്ഷേത്രത്തിലും പൂരക്കൊടി ഉയർന്നു. സിംഹമുദ്രയുള്ള കൊടിക്കൂറ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ദേശക്കാർ ഉയർത്തി. വലിയ പാണിക്ക് ശേഷം ഭഗവതിയെ സാക്ഷി നിർത്തിയായിരുന്നു കൊടിയേറ്റം. ക്ഷേത്രത്തിന് മുന്നിലെ പാലമരത്തിലും നഗരത്തിലെ മണികണ്ഠനാലിലും മഞ്ഞക്കൊടികൾ ഉയർത്തി.
പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി 5 ആനകളുടെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പും വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ചന്ദ്രപുഷ്കരണിയിൽ നടന്ന ആറാട്ടും പൂരപ്രേമികൾക്ക് കൺകുളിർക്കുന്ന കാഴ്ചയായി. തിരുവമ്പാടി വിഭാഗത്തിന്റെ പൂരപ്പുറപ്പാടിൽ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. നായ്ക്കനാലിലും നടുവിലാലിലും പൂരക്കൊടികൾ ഉയർന്നു. വടക്കുന്നാഥന്റെ ശ്രീമൂലസ്ഥാനത്ത് മേളം കലാശിച്ചു. നടുവിലാൽ മഠത്തിൽ ആറാട്ടും കഴിഞ്ഞ് ഭഗവതി തിരിച്ചെഴുന്നള്ളി. ലാലൂർ, അയ്യന്തോൾ, കണിമംഗലം, ചെമ്പൂക്കാവ്, പനമുക്കംപള്ളി, കാരമുക്ക്, നെയ്ത്തലക്കാവ്, ചൂരക്കോട്ടുകാവ് എന്നീ 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റ ചടങ്ങുകൾ നടന്നു. തൃശൂർ നഗരത്തിന്റെ 8 ദിക്കുകളും പൂരത്തിന്റെ കാത്തിരിപ്പിലായി. തൃശൂർ നഗരം സാമ്പിൾ വെടിക്കെട്ടിനും ആനച്ചമയ പ്രദർശനത്തിനുമുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടന്നു. പൂരനഗരിയിലെ സുരക്ഷാ ക്രമീകരണങ്ങളും പന്തൽ പണികളും അവസാന ഘട്ടത്തിലാണ്. ഏപ്രിൽ 26-നാണ് തൃശൂർ പൂരം. തൃശൂർ പൂരത്തിന് വഴികാട്ടാൻ സ്കൌട്ട്സ് ട്രാഫിക് ബോർഡുകൾ ശുചീകരിച്ചു. ലോകപ്രസിദ്ധമായ തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ജനലക്ഷങ്ങൾക്ക് വഴികാട്ടാൻ ട്രാഫിക് ബോർഡുകൾ വൃത്തിയാക്കി ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്. തൃശൂർ ജില്ലാ അസോസിയേഷന്റെ കീഴിൽ 23ാമത് തൃശൂർ സ്കൌട്ട് ഓപ്പൺ ഗ്രൂപ്പും 81ാമത് തൃശൂർ റേഞ്ചർ ടീമും സംയുക്തമായാണ് മാതൃകാപരമായ ട്രാഫിക് ബോർഡ് ക്ലീനിംഗ് സർവീസ് സംഘടിപ്പിച്ചത്. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സ്കൌട്ട് സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വലിയ മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ TR ഹിരൺ മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കമ്മീഷണർ VS ഡേവിഡ്, സീനിയർ സ്കൌട്ട് മാസ്റ്റർ CA തോമസ്, റേഞ്ചർ ലീഡർ ഹൃദയ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ പൂരം 2026ന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ പരിശോധന നടത്തി. തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ IAS, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ് IPS എന്നിവരും മറ്റു വിവിധ വകുപ്പുകളുടെയും കൊച്ചിൻ ദേവസ്വത്തിന്റെയും ബന്ധപ്പെട്ട ഓഫീസർമാരും തേക്കിൻകാട് മൈതാനത്ത് പരിശോധിച്ച് വിലയിരുത്തി. തൃശൂർ ടൗൺ സ്പെഷ്യൽ ബ്രാഞ്ച്, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർമാർ, ടൗൺ ഈസ്റ്റ് ഇൻസ്പെക്ടർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ, ഫയർഫോഴ്സ് ഓഫീസർ, തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറി, പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ എന്നിവരും മറ്റു വകുപ്പ് മേധാവികളും ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്തിന്റെ നിയമ പോരാട്ടം വിജയം കണ്ടു. തൃശൂർ സ്വരാജ് റൌണ്ടിന്റെ ഇന്നർ ഫുട്പാത്ത് തൃശൂർ പൂരത്തിന് മുൻപ് പൂർണ്ണമായി സഞ്ചാരയോഗ്യമാകും. തൃശൂർ സ്വരാജ് റൌണ്ടിലെ സ്വപ്ന തിയേറ്റർ മുതൽ തെക്കേ ഗോപുരനട വരെയുള്ള ഭാഗമാണ് ടൈൽ വിരിച്ച് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കുന്നത്. പൊതുപ്രവർത്തകനും അഭിഭാഷകനുമായ ഷാജി കോടങ്കണ്ടത്ത് ഹൈക്കോടതിയിൽ 3 വർഷം തുടർച്ചയായി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് നഗരമധ്യത്തിലുള്ള നടപ്പാതയുടെ നവീകരണം സാധ്യമായത്. തൃശൂർ സ്വരാജ് റൌണ്ടിലെ ഇന്നർ ഫുട്പാത്തിന്റെ സ്വപ്ന തിയേറ്ററിനു സമീപം മുതൽ തെക്കേ ഗോപുരനട വരെയുള്ള 500 മീറ്ററോളം ദൂരമാണ് കാലങ്ങളായി നവീകരിക്കാതെ കാൽനട യാത്രികർക്ക് ദുരിതമായി കിടന്നത്. കോർപ്പറേഷൻ മുൻ ഭരണസമിതിയുടെ കാലത്ത് 2022-ൽ ഫുട്പാത്ത് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് മേയർക്ക് കത്ത് നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. ഇതോടെ ഹൈക്കോടതിയെ സമീപിച്ചു. 2022-ലെ പൂരത്തിന് മുൻപ് അടിയന്തരമായി ഫുട്പാത്ത് നന്നാക്കണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. പലവിധ ന്യായീകരണങ്ങൾ പറഞ്ഞ് കോർപ്പറേഷൻ ഒഴിഞ്ഞുമാറി. കോടതി ഉത്തരവിനെ തുടർന്ന് ആദ്യം 25 ലക്ഷവും പിന്നീട് 1 കോടി രൂപ നവീകരണത്തിനായി വകയിരുത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് NOC നൽകിയില്ലെന്നും കരാറെടുക്കാൻ ആളില്ലെന്നും പറഞ്ഞ് പണി വൈകിപ്പിച്ചു. കോർപ്പറേഷൻ ഭരണസമിതിയുടെ കാലാവധി തീരുന്നതുവരെ ഉത്തരവ് നടപ്പാക്കിയില്ല. മുൻ മേയർ MK വർഗീസ് പദ്ധതിക്ക് അനുകൂലമായിരുന്നെങ്കിലും ഭരണസമിതിയിൽ നിന്ന് അനുമതി ലഭിച്ചിരുന്നില്ലെന്ന് നിലവിലെ മേയർ ഡോക്ടർ നിജി ജസ്റ്റിനും ഡെപ്യൂട്ടി മേയർ A പ്രസാദും ചുമതല ഏറ്റെടുത്ത ദിവസം അവർക്ക് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കാനായത്. ഇത് തൃശൂരിന്റെ അഭിമാന നിമിഷമാണെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നിയമ പോരാട്ടം നടത്തിയ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. നടപ്പാതയുടെ നവീകരണം പൂർത്തിയാകുന്നതോടെ തൃശൂർ പൂരത്തിനെത്തുന്നവർക്കും കാൽനട യാത്രക്കാർക്കും സ്വരാജ് റൌണ്ടിനു ചുറ്റും നടപ്പാതയിലൂടെ ഭയം കൂടാതെ സുഗമമായി നടക്കാം. തൃശൂർ റൗണ്ടിലെ കുട്ടികളുടെ പാർക്ക് മുതൽ ജോസ് തിയേറ്ററിന്റെ അവിടെ വരെയുള്ള ഭൂഗർഭ പാത വരെയുള്ള 500 മീറ്റർ ഫുട്പാത്താണ് ഇപ്പോൾ നന്നാക്കാനുള്ള പണി നടക്കുന്നത്. 3 വർഷം നിയമയുദ്ധം നടത്തിയിട്ടാണ് ഈ ഫുട്പാത്ത് നന്നാക്കാൻ വേണ്ടിയുള്ള ഉത്തരവും ഇതിനു വേണ്ടി ഫണ്ട് വെച്ചത്. ഞാൻ 3 വർഷം മുമ്പ് ഈ ഫുട്പാത്ത് നന്നാക്കാൻ വേണ്ടി, അതും ഒരു പൂരത്തിന് 3 മാസം മുമ്പ് കോർപ്പറേഷനിൽ സമീപിച്ചു. പരാതി കൊടുത്തു, നടപടി ഉണ്ടായില്ല. ഇതിനെ തുടർന്ന് ഹൈക്കോടതി കൊടുത്തു. ഹൈക്കോടതി 3 മാസം കൊണ്ട് ഇതിന്റെ അടിയന്തരമായി പണി പൂർത്തീകരിക്കാൻ പറഞ്ഞു. യാതൊന്നും നടന്നില്ല. കോടതി ലക്ഷ്യത്തിന് ഹർജി കൊടുത്തു. അപ്പോൾ പറഞ്ഞു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പെർമിഷൻ വേണം. അത് വാങ്ങിക്കൊടുത്തു. എന്നിട്ടും നടപടി എടുക്കാതെ തുടർന്ന് വീണ്ടും കോടതി ലക്ഷ്യത്തിന് ഹർജി കൊടുത്തു. അപ്പോൾ 20 ലക്ഷം രൂപ പാസ്സാക്കി.
അതിനെ ചലഞ്ച് ചെയ്തിട്ട് വീണ്ടും കോടതി പോയപ്പോൾ 1 കോടി രൂപ പാസ്സാക്കി. എന്നിട്ടും നടപടിയെടുക്കാതെ തുടർന്ന് നമ്മൾ വീണ്ടും കോടതിയെ സമീപിച്ചപ്പോൾ അന്നത്തെ മേയറായിരുന്ന NK വർഗീസ് അദ്ദേഹം ഇതിന് മുൻകൈ എടുത്തൊരു കരാർ വെപ്പിച്ചു. കരാർ വെച്ചതിന് ശേഷം 6 മാസം ഇത് പൂർത്തീകരിച്ചില്ല. ഇതിനെ തുടർന്ന് പുതിയ മേയർ നിജി ജസ്റ്റിനും ഡെപ്യൂട്ടി മേയർ പ്രസാദും അവർ ചാർജ് എടുക്കുന്ന ദിവസം പൂമാലയ്ക്ക് പകരം നിവേദനം കൊടുത്തു. കോടതി ഉത്തരവ് നടപ്പിലാക്കാന്ന് പറഞ്ഞിട്ട് അവർ കരാറുകാരനെ വിളിച്ച് അടിയന്തരമായി പണി നടത്തുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫുട്പാത്ത് ഇത്രയും മനോഹരമായത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ഫുട്പാത്ത് 500 മീറ്റർ നന്നാക്കാൻ 3 വർഷം കോടതി നടപടികളിലൂടെ നടന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ വിഷമം മനസ്സിലാക്കണം. എന്തായാലും സന്തോഷമുണ്ട്. ഇത് റൗണ്ടിന്റെ മുഖമാണ്. ഇത് നമ്മുടെ റൗണ്ടിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ സ്ഥലമാണ്. ഇത് വളരെയധികം ഭംഗിയാക്കിയത് എല്ലാവർക്കും നന്ദിയുണ്ട്. പൂരപ്രേമികളിൽ പൂരാവേശം കൊടുമ്പിരി കൊള്ളുമ്പോൾ വെൺചാമരത്തിനും ആലവട്ടത്തിനുമൊപ്പം കാഴ്ചകളുടെ വിസ്മയം തീർക്കുന്ന കുടകളുടെ നിർമ്മാണം അണിയറയിൽ പുരോഗമിക്കുകയാണ്. തിരുവമ്പാടിയുടെ കുട നിർമ്മാണം വർഷങ്ങളായി നടത്തുന്നത് ശ്രീനിവാസനാണ്. 50 സെറ്റ് കുടകൾ തിരുവമ്പാടിക്കായി നിർമ്മിക്കുന്നു. സ്പെഷ്യൽ കുടകളും സീക്രട്ട് കുടകളും അണിയറയിൽ തയ്യാറായി. രഹസ്യമായാണ് കുട നിർമ്മാണം. അലുക്കും തൊങ്ങലുകളും നിലകളും മിനുക്കുകളുമായി സാധാ കുടകളും പട്ടുകുടകളും ഡിസൈൻ കുടകളും പ്രിന്റിംഗ് കുടകളും സ്വീക്കൻസ് കുടകളും LED കുടകളും വെൽവെറ്റ് കുടകളും കാണികളുടെ കണ്ണും മനവും നിറയ്ക്കും. അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് സാധനങ്ങൾ എത്തിക്കുക. കുട നിർമ്മാണത്തിൽ ശ്രീനിവാസനെ സഹായിക്കാൻ 25-ലധികം പേർ ഒപ്പമുണ്ട്. 3 മാസം ഞങ്ങൾ വർക്ക് തുടങ്ങിയിട്ട് എൻ്റെ കീഴിലൊരു 14 പേരോളം ജോലി ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം ആൾക്കാരുടെ കാരണം പെട്ടെന്ന് കഴിയും. ഏകദേശം കഴിയാറായില്ലേ, ഒരു 90% ആയിട്ടുണ്ട് വർക്ക്. ഇവിടെ 17 വർഷമായി. ഞാൻ 47 വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെയാണ്. അതിൽ 30 വർഷം പാറമുഴാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരുന്നത്. അവിടുത്തെ വർക്കറുടെ ഞാനൊക്കെ ഒരു ബന്ധുക്കളാണ്. ഞങ്ങൾ അളിയിലാണ്, അങ്ങനെയുള്ള ബന്ധമാണ്. അപ്പോൾ അവരുടെ കൂടെയാണ് ഞാൻ പഠിച്ചതും ഒക്കെ. പിന്നെ അവിടുന്ന് ഇപ്പോൾ ഒരു 17 വർഷമായിട്ട് ഇവിടേക്ക് വന്നു. ഇവിടെ നേരിട്ട് ചാർജ് ചെയ്തു. ഓക്കെ. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374. മൊബൈൽ 790227-2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയനൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല.
വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തൃശൂർ പൂരം പ്രദർശന നഗരിയിലെ കേരള വിഷന്റെ പവലിയൻ തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പി ജയപ്രകാശ് സ്വാഗതം ആശംസിച്ചു. ഇന്റർനെറ്റ് സേവനങ്ങൾ ജനങ്ങൾക്കെത്തിക്കാൻ കേരള വിഷൻ നൽകുന്ന സേവനങ്ങൾ മഹത്തരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തൃശൂർ പൂരത്തിന് എല്ലാവർക്കും സൗജന്യമായി ഇന്റർനെറ്റ് കിട്ടുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഈ അവസരത്തിൽ കേരള വിഷൻ ചെയർമാൻ പി സുരേഷ് കുമാർ പറഞ്ഞു. വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വൈഫൈ ഹോട്ട്സ്പോട്ടുകളിലൂടെ പൂരം കാണാനെത്തുന്ന കേരള വിഷൻ ഉപയോക്താക്കൾക്കും അല്ലാത്തവർക്കും ഇന്റർനെറ്റ് ഉപയോഗിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂർ കേരള വിഷൻ ചെയർമാൻ പി ആന്റണി, കേരള വിഷൻ ഡയറക്ടർ, മറ്റു ഡയറക്ടർമാർ, തൃശൂർ ജില്ലാ പ്രസിഡന്റ് ടി സുഭാഷ്, സെക്രട്ടറി CJ ജോസ്, ട്രഷറർ ബിജുകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. KCCL ചെയർമാൻ പി സുരേഷ് കുമാർ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഗോപാലകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു. തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള എക്സിബിഷനിൽ കേരള വിഷൻ്റെ സ്റ്റാള് നമ്മൾ എല്ലാ കൊല്ലവും ഇവിടെ സ്ഥാപിക്കാറുണ്ട്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തൃശ്ശൂർ മേയർ നിജി ജസ്റ്റിൻ അവർ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു. നമുക്കറിയാം, കേരള വിഷൻ കേരളത്തിനകത്ത് ഒന്നാമതായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്കകത്ത് 4ാമത്തെ ഡിജിറ്റൽ കമ്പനിയും 5ാമത്തെ FTTH ബ്രോഡ്ബാൻഡ് കമ്പനിയായും വളർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 2 കമ്പനികളും 1000 കോടി ടേൺ ഓവറിലേക്കും എത്തി നിൽക്കുമ്പോഴാണ് ഈ വർഷം നമ്മൾ ഈ എക്സിബിഷനിൽ പുതിയ സാങ്കേതിക വിദ്യയുമായി നമ്മൾ കടന്നു വരുന്നത്. നമുക്കറിയാം, ഇന്ന് കേബിൾ TV മാറി ട്രാൻസ്ഫോർമേഷനായി OTT IPTV സെഗ്മെന്റിലേക്ക് മാറുന്ന ഈ അവസരത്തിൽ കേരളത്തിലെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരള വിഷനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ കണക്ഷനുള്ള MSO എന്നുള്ള നിലയ്ക്കാണ് ഇന്ത്യക്കകത്ത് 4ാം സ്ഥാനം അലങ്കരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റർ ആയിട്ടുള്ള ജിയോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കേരള വിഷനോട് സഹകരിച്ചുകൊണ്ട് കേരളത്തിനകത്തുള്ള 30 ലക്ഷത്തോളം വരുന്ന സെറ്റ് ടോപ്പ് ബോക്സുകളിലുള്ള സെയിം കണ്ടന്റ് തന്നെ നമുക്ക് മൊബൈലിലും കൂടി കൊടുക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് OTTയുടെ കാലമാണ്. ഇപ്പോൾ IPL നടക്കുകയാണ്. അങ്ങനെ IPL നടക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് OTT സബ്സ്ക്രിപ്ഷൻ ജിയോ ഹോട്ട്സ്റ്റാർ എടുത്താൽ മാത്രമാണ് ജനങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ട വിനോദമായ സ്പോർട്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ടെക്നോളജി TV എനിവെയർ എന്ന് പറയുന്ന ഈ ടെക്നോളജി നമ്മളിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കേരളത്തിനകത്തുള്ള 30 ലക്ഷം അല്ല, നമ്മൾ കൊൽക്കത്ത പോലെയുള്ള സംസ്ഥാനങ്ങളിലും കേരള വിഷൻ ഈ അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കർണാടകയിൽ പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെ ഇന്ത്യക്ക് ആകമാനം നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ സെറ്റ് ടോപ്പ് ബോക്സിലുള്ള സെയിം കണ്ടന്റ് 1-2 ഡിവൈസിൽ അവർക്ക് കാണാവുന്ന രീതിയിലേക്ക് മാറുമ്പോൾ വലിയൊരു വിപ്ലവമാണ് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇന്ന് കേബിൾ TV സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇന്റർനെറ്റ് വരുന്നതോടുകൂടി കേബിൾ TV അന്യം നിന്ന് പോകുന്ന രീതിയിലുണ്ട്. കാരണം ഇന്റർനെറ്റിലൂടെ തന്നെയാണ് എല്ലാം നടക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ IPTV കൊടുക്കുന്നത് നമ്മുടെ നെറ്റ്വർക്കിലാണെങ്കിൽ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ മറ്റ് ടെലികോം നെറ്റ്വർക്കിലാണെങ്കിലും അവർക്ക് ഇതേ കണ്ടന്റ് കാണാമെന്നുള്ളതാണ്. ലൈവ് കണ്ടന്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ കഴിയും. ഇത് കൂടാതെ തന്നെ നമുക്ക് പുതിയൊരു രീതിയിൽ ഉള്ള വേറൊരു ടെക്നോളജിയും കൂടി ജിയോ ഹോട്ട്സ്റ്റാർ പോലെയുള്ള സംവിധാനങ്ങൾ കേരള വിഷനോട് സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് ഏത് സെറ്റ് ടോപ്പ് ബോക്സ് ഇല്ലാതെ പോലും നമുക്ക് മൊബൈലിൽ OTT കാണുന്ന പോലെ തന്നെ ഇതേ കണ്ടന്റ് സെപ്പറേറ്റ് കൊടുക്കാനുള്ള സംവിധാനം വേറെയും വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ടെക്നോളജിയിൽ എങ്ങനെയായാലും മുന്നോട്ട് പോകുന്ന അവസരത്തിൽ കേരള വിഷൻ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സർവീസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ് കേരള വിഷൻ എന്ന് പറയുന്ന ഡിജിറ്റൽ ആയാലും ബ്രോഡ്ബാൻഡ് ആയാലും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് IPTV കീ എന്ന് പറയുന്ന സൊല്യൂഷൻ നമ്മൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് അതിന്റെ പ്രവർത്തനത്തിലാണ്. അതിൽ OTT അഗ്രഗേറ്റ് ചെയ്തുകൊണ്ടുള്ള എല്ലാ കണ്ടന്റും പ്രാദേശിക ചാനൽ ഉൾപ്പെടെയുള്ളതിനെ അഗ്രഗേറ്റ് ചെയ്തുകൊണ്ടുള്ള സംവിധാനങ്ങളുമായിട്ട് കേരള വിഷൻ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ഉപഭോക്താക്കൾക്ക് സ്വീകാര്യമായ രീതിയിൽ മറ്റു കോർപ്പറേറ്റുകളോടൊക്കെ മത്സരിച്ചുകൊണ്ട് കേരള വിഷൻ ഇനിയും മുന്നോട്ട് പോവുകയാണ്. ഈ എക്സിബിഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് തൃശ്ശൂർ കേരളത്തിന്റെ
വിവിധ ജില്ലകളിൽ നിന്നും മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ പ്രത്യേകമായിട്ട് പൂരവുമായി ബന്ധപ്പെട്ട് ആളുകളിവിടെ വരുന്നതാണ്. ഈ സ്റ്റാളുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവർക്കും നമ്മുടെ വിവിധ പ്രോഡക്റ്റുകൾ പരിചയപ്പെടാനും അതിൻ്റെ വിശദാംശങ്ങൾ നൽകാനും ഈ സ്റ്റാൾ അടുത്ത 1.5 മാസത്തോളം ഇവിടെ സജ്ജമായിരിക്കും. എല്ലാ മാന്യമായ ഉപഭോക്താക്കളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇനിയും തുടർന്ന് ഞങ്ങൾക്കുള്ള നിങ്ങളുടെ സഹകരണം ഉണ്ടായത് ഇനിയും ഉയരങ്ങളിലേക്ക് കേരള വിഷൻ എത്തേണ്ടതുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളി ഊട്ടുതിരുനാളിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളി പെരുന്നാൾ ജൂൺ 7-നും ജൂൺ 9-ന് വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിനും ലത്തീൻ പള്ളി വികാരിയും വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്ര റക്ടറുമായ ഷൈജൻ കളത്തിലച്ചൻ, സഹവികാരി അജയൻ ആന്റണി പുത്തൻപറമ്പിലച്ചൻ, മദർ സുപ്പീരിയർ സിസ്റ്റർ സൂര്യ, ജനറൽ കൺവീനർ ബ്രിസ്റ്റോ തൈപ്പാടത്ത്, പന്തൽ കമ്മിറ്റി കൺവീനർ ബെന്നി സിയൽ, സാംസൺ ഓടത്തിങ്കൽ, ജോയിന്റ് ജനറൽ കൺവീനർമാരായ അനിൽ മണിത്തോട്ടം, ജോൺ ലി മാത്യു, ഡാഫി ആന്റണി, പാരിഷ് കൌൺസിൽ സെക്രട്ടറി ഡീന ജോൺസൺ, കേന്ദ്രസമിതി പ്രസിഡന്റ് ബെന്നി ചക്കാലക്കൽ, സെക്രട്ടറി ഷാറോൺ RS, കൈക്കാരന്മാരായ റോമി തോമസ്, മൈക്കിൾ നൊറോണ, രാജീവ് ജോസഫ് എന്നിവർ പങ്കെടുത്തു. തിരുനാളിൽ എല്ലാ വിശ്വാസികൾക്കും വളണ്ടിയർമാരാകാനും പ്രസിദ്ധന്തിമാരാകാനുമുള്ള അവസരമുണ്ടായിരിക്കും. തിരുനാൾ പ്രസിദ്ധന്തി കൂപ്പണും നേർച്ച കൂപ്പണുകളും ഓഫീസിൽ ലഭിക്കും. പുതുക്കാട് വൻ രാസലഹരി വേട്ട. പാലിയേക്കരയിൽ 90 ഗ്രാം MDMA-യുമായി 2 പ്രതികൾ പിടിയിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന് ലഭിച്ച വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അതിമാരകമായ രാസലഹരി മരുന്നായ MDMA-യുമായി 2 പ്രതികളെ പുതുക്കാട് പാലിയേക്കര ടോൾ പ്ലാസയിൽ വെച്ച് പിടികൂടി. തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും പുതുക്കാട് പോലീസും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് പ്രതികൾ വലയിലായത്. കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലം സ്വദേശിയും പറവൂർ KNK ജംഗ്ഷനു സമീപം വാടകയ്ക്ക് താമസിക്കുന്ന കുന്നത്ത് ചെത്തിപ്പാടത്ത് വീട്ടിൽ അഫ്നാൻ, കുന്നംകുളം മേത്തല സ്വദേശി വേണാട്ട് വീട്ടിൽ ഷൈൻ എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് ആലുവയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിലാണ് പ്രതികൾ ലഹരിമരുന്ന് കടത്തിയത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ വെച്ച് ബസ് ഇറങ്ങിയ പ്രതികളെ പോലീസ് സംഘം വളഞ്ഞിട്ട് പിടിച്ചു. ഇവരുടെ പക്കൽ നിന്ന് 90 ഗ്രാം MDMA കണ്ടെടുത്തു. വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന അതിമാരക രാസ ലഹരിയാണിത്. അഫ്നാൻ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മനുഷ്യജീവന് അപകടം വരുത്തുന്ന പ്രവൃത്തി ചെയ്ത കേസിൽ പ്രതിയാണ്. പുതുക്കാട് പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുന്നു. നിയന്ത്രണം വിട്ട കാറിടിച്ച് സ്കൂട്ടർ യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. കഴിഞ്ഞ ദിവസം രാത്രി വാഴാനി റോഡിൽ പവർ ഹൌസിന് സമീപമാണ് അപകടം. വാഴാനി കാക്കിരിക്കാട് സ്വദേശി നെല്ലിച്ചോട്ടിൽ കൃഷ്ണൻകുട്ടിയുടെ മകൻ അഖിലാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു പ്രായം. 1 മാസം മുൻപാണ് വിദേശത്തായിരുന്ന അഖിൽ നാട്ടിലെത്തിയത്. അമിത വേഗതയിലായിരുന്ന കാർ സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം വൈദ്യുതി പോസ്റ്റുകളും തകർത്തു. ആക്ട്സ് പ്രവർത്തകർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രസന്നയാണ് ഭാര്യ. 2 മക്കളുണ്ട്. വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജലയാനം 23 അകമല പൊതുകുളത്തിൽ ആരംഭിച്ചു. ജലയാനം 15-ലെ ബെനീറ്റയുടെയും ജലയാനം 22-ലെ ബിയോണിന്റെയും പിതാവായ വല്ലത്തുകാരൻ ബെന്നിയുടെ അപകട മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ശേഷം ചടങ്ങ് തുടങ്ങി. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ വായനശാലയുടെ പ്രസിഡന്റും സീനിയർ മാധ്യമ പ്രവർത്തകനുമായ V. മുരളി നീന്തൽ പരിശീലനം ജലയാനം 23 ഉദ്ഘാടനം ചെയ്തു. പരിശീലകനായ തൃശൂർ ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് MV ജയപ്രകാശ് നീന്തലിനെക്കുറിച്ച് ക്ലാസ് എടുത്തു. ക്ലബ് പ്രസിഡന്റ് സുഭാഷ് പുഴയ്ക്കൽ അധ്യക്ഷനായി. സെക്രട്ടറി K. മണികണ്ഠൻ സ്വാഗതം ആശംസിച്ചു. ഖജാൻജി KV വത്സലകുമാർ നന്ദി അറിയിച്ചു. ലിയോ പ്രസിഡന്റും വളണ്ടിയറുമായ അഭിജിത് സൈമൺ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വളണ്ടിയർമാരായ മിലൻ രാജ്, ബദ്രിനാഥ് ബോസ്, ആര്യൻ, രതീഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. അതിനൊരു അവസരമുണ്ടായി. ഇവിടെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാനൊരു അവസരം തൃശ്ശൂരിൽ തന്നെ പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. അല്ലെങ്കിൽ വീട്ടുകാർ താല്പര്യമെടുത്ത് എത്ര പഠിപ്പിച്ചാലും അതൊന്നും ഒരു കൃത്യമാവുന്ന അല്ലെങ്കിൽ പ്രാവർത്തികത. പണ്ടൊക്കെ നമ്മളൊക്കെ
നാളികേരം പിണ്ടിയൊക്കെ കൊണ്ടുപോയി പഠിച്ചിരുന്നൊരു കാലമുണ്ട്. അത് വ്യത്യസ്തമാണ്. ഇപ്പോൾ വീട്ടുകാർ പഠിപ്പിക്കുന്നതിനപ്പുറത്ത് മറ്റൊരാൾ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് ശ്രീ ജയപ്രകാശിനെ പോലെ വളരെ ശാസ്ത്രീയമായി ഈ രംഗത്ത് പരിശീലനം കിട്ടിയ ആളുകൾ അത് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന മെച്ചം നേരത്തെ ശ്രീ സുഭാഷ് പടുക്കൽ പറഞ്ഞ പോലെ 6-7 ദിവസം കൊണ്ട് അവർ നീന്തൽ സ്വായത്താക്കുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ. മറ്റൊരിടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മണ്ണുത്തി VVS സ്കൂളിന് സമീപത്തെ ശാഖകളില്ലാത്ത മരത്തിൽ ചിറക് കുരുങ്ങി മരണത്തോട് മല്ലടിച്ചിരുന്ന ഒരു പരുന്തിനെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അതിസാഹസികമായി പരിശ്രമിച്ച് രക്ഷപ്പെടുത്തി. കത്തുന്ന വേനലിൽ മരത്തിന് മുകളിൽ ചിറക് കുരുങ്ങി കത്തുന്ന ഉച്ചവേലിൽ മരണത്തോട് മല്ലടിച്ചിരുന്ന പരുന്തിനെ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് തൃശൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം കഠിന പരിശ്രമത്തിനൊടുവിൽ രക്ഷിച്ചു. ഒരു പരുന്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം നടത്തിയ സാഹസിക പ്രവർത്തനത്തെ നാട്ടുകാർ അഭിനന്ദിച്ചു. കല്ലിടുക്ക് വനദുർഗ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. കല്ലിടുക്ക് ശ്രീ ഭദ്രകാളി വനദുർഗ ദേവി ക്ഷേത്രത്തിൽ മേടമാസത്തിലെ മകീരം നക്ഷത്രത്തിൽ രാവിലെ 8-നും 9-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ വിശേഷാൽ പൂജകൾക്കു ശേഷം നടത്തിയ പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തജനങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. വേനൽക്കാലം ആരംഭിച്ചതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാമ്പുകടിയുമായി ബന്ധപ്പെട്ട അപകടങ്ങളും മരണങ്ങളും വർദ്ധിക്കുന്നു. ഉയർന്ന ചൂടും പാമ്പുകളുടെ പ്രജനന കാലവും കൂടുന്നതിനാൽ മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ പാമ്പുകളുടെ സാന്നിധ്യം കൂടുതലാണ്. വനം വകുപ്പിന്റെ സർപ്പരക്ഷാ പ്രവർത്തകർക്ക് വിവിധയിടങ്ങളിൽ പാമ്പുകളെ പിടികൂടേണ്ട സാഹചര്യമുണ്ട്. മൂർഖൻ, അണലി, വെള്ളിക്കെട്ടൻ വിഷപ്പാമ്പുകളുടെ കുഞ്ഞുങ്ങളെ കൂടുതലായി കാണുന്നു. തൃശൂർ ജില്ലയിലെ കോടാലിയിൽ ദാരുണ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച തൃശൂർ ജവഹർ ബാലഭവനിൽ കുട്ടികൾക്കായി പാമ്പുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രകൃതി സംരക്ഷണവും പൊതുജന ബോധവൽക്കരണവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന എക്കോളജിക്കൽ കൺസർവേഷൻ സൊസൈറ്റി വനം വകുപ്പിന്റെ സർപ്പരക്ഷാ സംവിധാനവുമായി സഹകരിച്ചാണ് പരിപാടി നടത്തിയത്. സൊസൈറ്റി സെക്രട്ടറി ശ്രീനിവാസ് കമ്മത്ത്, പ്രസിഡന്റ് കൃഷ്ണൻ TJ, തൃശൂർ ജില്ലാ സർപ്പ് ഫെസിലിറ്റേറ്റർ ജോജു CT, സർപ്പ് മാസ്റ്റർ ട്രെയിനറും ഉരക ഗവേഷകനുമായ ഡോക്ടർ സന്ദീപ് ദാസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. 500-ലധികം കുട്ടികൾ പങ്കെടുത്ത പരിപാടിയിൽ പാമ്പുകളെ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലുകളും പാമ്പുകടിയേറ്റാൽ സ്വീകരിക്കേണ്ട പ്രാഥമിക ശുശ്രൂഷകളെയും കുറിച്ച് വിശദീകരിച്ചു.
അയ്യന്തോൾ തൃക്കുമാരകുടം ചേന്നാട്ടുശ്ശേരി പുറ്റേക്കര സെന്റ് ജോർജസ് ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ ജോസഫ് ജോർജ് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ സെന്റ് ആൻസ് ദേവാലയത്തിൽ സംസ്കാരം പിന്നീട് നടക്കും. കൊച്ചുദ്രേസ്യയാണ് ഭാര്യ. മേരി ജോർജ്, ആനി ജോർജ്, തോമസ് ജോർജ് എന്നിവർ മക്കളാണ്. ഡോക്ടർ ജോസ് റാഫേൽ, ജെയ്സൺ പോൾ, ഫിൻസി ഫ്രാൻസിസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ മുണ്ടത്തിക്കോട് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടുപുരയിൽ സ്ഫോടനം, 8 പേർക്ക് ദാരുണാന്ത്യം. ആവേശപ്പൊലിമയിൽ തട്ടകങ്ങൾ, തൃശൂർ ഇനി പൂരലഹരിയിൽ. തൃശൂർ പൂരം 2026 സുരക്ഷാ സംവിധാനങ്ങളുടെ പരിശോധന നടത്തി. പുതുക്കാട് വൻ രാസലഹരി വേട്ട, പാലിയേക്കരയിൽ 90 ഗ്രാം MDMA-യുമായി 2 പ്രതികൾ പിടിയിൽ, പ്രതികൾ റിമാൻഡിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.